إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരമകാരുണികനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും പ്രവേശിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, പലപ്പോഴും രക്ഷിതാക്കൾ എന്ന നിലയിൽ പലവിധ ആശങ്കകളിലാണ് പലപ്പോഴും നമ്മളുള്ളത്. പ്രത്യേകിച്ചും വളർന്നു വരുന്ന നമ്മളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ പലപ്പോഴും ആശങ്കയോടെയാണ് പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കാണുന്നത്. കാരണം വളരെയധികം ഭീകരവും ഞെട്ടലുളവാക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ പലതരത്തിലുമുള്ള വാർത്തകൾ ഇങ്ങനെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ജന്മം നൽകി പോറ്റി വളർത്തിയ സ്വന്തം മാതാവിനെ ലഹരിക്കടിമപ്പെട്ട് അടിച്ചുകൊന്ന മകന്റെ വാർത്ത, ആ സംഭവം നടന്നതിന് ശേഷം പോലും യാതൊരു മനസാക്ഷിക്കുത്തോ ഭാവവ്യത്യാസമോ ഇല്ലാതെ വാർത്താമാധ്യമങ്ങളുടെ മുമ്പിൽ അവൻ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനും അടുത്ത ദിവസത്തിലാണ്
താൻ പഠിക്കുന്ന വിദ്യ പകർന്നു നൽകുന്ന സ്ഥാപനത്തിൽ അതിന്റെ മേലധികാരിയോട് വളരെ മോശമായ രൂപത്തിൽ തെറിവിളികളും വധഭീഷണിയുമൊക്കെ മുഴക്കുന്ന വിദ്യാർത്ഥിയെ നമ്മൾ കണ്ടതാണ്. ഒന്നോ രണ്ടോ വാർത്തകൾ പുറം ലോകം അറിയും. അതിനുമപ്പുറം അകത്തളങ്ങളിൽ നടക്കുന്നുണ്ടെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ ലഹരിയിൽ മുങ്ങിപ്പോകുന്ന ഒരു നാട് പലപ്പോഴും നമ്മൾ കാണുകയാണ്. ഇത് പലപ്പോഴും മിമ്പറുകളിൽ വിഷയങ്ങളായി പരാമർശിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷേ സ്ഥിരമായ ചില ഓർമ്മപ്പെടുത്തൽ ഈ വിഷയത്തിൽ അനിവാര്യമാണെന്നുള്ളത് കാലം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ലഹരി മാഫിയയുടെ കെണിയിൽ വീണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ, കൗമാരക്കാരായ ആളുകൾ. വേദനാജനകമായ ചില വാർത്തകളാണ്. കൃത്യമായ ഒരു നെറ്റ്വർക്കോട് കൂടി പ്രവർത്തിക്കുന്ന മാഫിയകൾ പലപ്പോഴും ക്യാമ്പസുകളിലും സ്കൂളുകളിലുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ വലവീശി പിടിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വിഷമകരമായ സാഹചര്യമാണ്. ഇത്തരത്തിലുള്ള ലഹരികളിൽ നിന്നും മോചിതനായി രക്ഷപ്പെട്ട് തിരിച്ചു വന്ന ചില ആളുകളുടെ അഭിമുഖങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചാനലുകളിൽ അവർ വന്ന് തുറന്നു പറഞ്ഞു. ആദ്യം 22 വയസ്സുവരെ ഇതിന് അഡിക്റ്റ് ആവാതിരുന്ന, അല്ലെങ്കിൽ ഇതിൽ യാതൊന്നും ഉപയോഗിച്ചിട്ടില്ലാത്ത, ലഹരി തൊട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ തന്റെ കൂട്ടുബന്ധങ്ങളിൽ, തന്റെ സൗഹൃദ വലയങ്ങളിൽ അവൻ പെട്ട് അവരുടെ നിരന്തരമായ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി അവനത് ഉപയോഗിച്ചു തുടങ്ങി. അതിനുശേഷം അതിന്റെ വിൽപ്പനക്കാരനായി മാറി, മൊത്ത വിൽപ്പനക്കാരനായി മാറി. അവസാനം സമൂഹത്തിനും നാടിനുമൊന്നും വേണ്ടാത്തവനായി മാറിയപ്പോൾ അവൻ പറയുകയാണ്, തിരിച്ചു വരാൻ കഴിയില്ല. എത്രയൊക്കെ നമ്മൾ മൽപിടുത്തം നടത്തിയാലും തിരിച്ചുവരവ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കഴിയുള്ളൂ. അതിൽ പെട്ടുപോകും. അങ്ങനെ അവന്റെ ജീവിതം നൈരാശ്യത്തിലും നിരാശയിലും അകപ്പെട്ട് സമൂഹത്തിന് വേണ്ടാത്തവനായി മാറി അവസാനം ആത്മഹത്യയിലേക്ക് വഴുതി വീഴുന്ന അവസ്ഥയിൽ പല ആളുകളും എത്തുന്നു എന്നുള്ളതാണ് ഇത്തരം ലഹരി ഉപയോഗങ്ങളുടെ പരിണിത ഫലം. അത് മാത്രവുമല്ല, ഡോക്ടർമാരായ ആളുകൾ, ഒരുപാട് ഫാമിലികൾ, ഒരുപാട് ഹൈസ്കൂളുകളിൽ അടക്കം പഠിക്കുന്ന പെൺകുട്ടികൾ, അവരുടെ ഗ്യാങ്, ആൺകുട്ടികളുടെ ഗ്യാങ്, ഇവരൊക്കെയാണ് ഇവന്റെ കയ്യിൽ നിന്നും ഈ വസ്തുക്കൾ വാങ്ങിയത് എന്ന് അവൻ തുറന്നു പറയുകയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലുമൊക്കെ അപ്പുറത്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രവുമല്ല, ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ പോഷക ഗുണങ്ങൾ എണ്ണിപ്പറയുകയാണ് ചില ആളുകൾ. അത് ഉപയോഗിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം, അതിനെന്താ പ്രശ്നമെന്ന് പോലും പറയുന്ന ചില നാസ്തികരായ ചിന്താഗതിക്കാരടക്കം നമ്മുടെ ഇടയിൽ ഇങ്ങനെ വളർന്നു വരികയാണ്. അത് മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ഒരു ലഹരി വിറ്റ് വരുമാനമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമം നടത്തുന്ന ഒരു ഭരണ സംവിധാനവും നമ്മളുടെ ഇടയിലുണ്ട്. അപ്പൊ ഇതിനിടയിൽ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ചില കടമകളും കടപ്പാടുകളും ഉണ്ട്. ഈ സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള മ്ലേച്ഛതകളിൽ നിന്നെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഒരു കുറഞ്ഞ അളവിലുള്ള ആളുകളാണെങ്കിലും നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതീർണമാക്കുന്ന ആ തുടക്ക കാലഘട്ടത്തിൽ വളരെ വലിയ ആഭാസങ്ങൾ കഴിഞ്ഞുകൂടിയ ഒരു ജനതയായിരുന്നു അവർ. അവരുടെ ജീവിതത്തിൽ മദ്യമില്ലാതെ അവർക്ക് കഴിയില്ല, വ്യഭിചാരമില്ലാതെ അവർക്ക് പറ്റില്ല. യുദ്ധം ഒരു ഹരമായിരുന്നു അവർക്ക്. അത്തരത്തിലുള്ള ഒരു ജനവിഭാഗത്തിലേക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇറങ്ങുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, അവർ വിശ്വാസം സ്വീകരിച്ചു, അവർ പരിശുദ്ധ ഖുർആനിന്റെ ആളുകളായി മാറി. അപ്പോഴും അല്ലാഹു തആല പറയുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് മദ്യത്തിനും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് ജീവിത വിജയം സാധ്യമല്ല എന്ന് പലപ്പോഴും നമ്മൾ എഴുതി തള്ളുമ്പോഴും
തിരിച്ചു വരാൻ കഴിയില്ല എന്ന് നമ്മൾ എഴുതി തള്ളുമ്പോഴും അവിടെയൊക്കെ ഒരു വലിയ മറുപടിയാണ് ആര്? ഈ പറയുന്ന അറേബ്യയിൽ ജീവിച്ച, റസൂലുള്ളാഹിയുടെ കാലത്ത് ജീവിച്ച ആ ജനത, സഹാബികളെന്ന് നമ്മൾ വിളിക്കുന്ന ആ ഉത്തമ ജനത, അവർക്കും ഇതുപോലൊരു ചരിത്രമുണ്ടായിരുന്നു, ഒരു ഇരുണ്ട കാലമുണ്ടായിരുന്നു. അവിടെ നിന്നും അവർ തിരിച്ചു വന്നത് ഈ പറയപ്പെട്ട പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ വിശ്വസിക്കാൻ, പരിശുദ്ധ ദീൻ സ്വീകരിക്കാൻ തയ്യാറായ ആ ജനതയിൽ പിന്നെയും ഉണ്ടായിരുന്ന ചില മ്ലേച്ഛതകളും പോരായ്മകളും പരിഹരിക്കുകയാണ് വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവിടെ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്. അതായത് അതൊരു മതവിധി പറയുവാൻ വേണ്ടിയിട്ടാണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുമ്പോൾ എന്താണ്? അതൊരു മതത്തിന്റെ വിധി നടപ്പിലാക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അത് നിർബന്ധമാണ്, ഈ വിധി സ്വീകരിക്കൽ നിർബന്ധമാണ്. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം. ഈ പറയപ്പെട്ട മദ്യത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അത് വലിയ മ്ലേച്ഛതയാണ്, മോശപ്പെട്ടതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഏതിനോട് ചേർത്ത് വെച്ചാണ്? പ്രതിഷ്ഠകളോട്. അന്നത്തെ അവരുടെ വിശ്വാസ രംഗത്ത് സംഭവിച്ച വലിയ മൂല്യച്യുതികളാണ്. പ്രതിഷ്ഠകൾ ഉണ്ടാക്കി വെക്കുക, അതുപോലെ തന്നെ പ്രശ്നം വെച്ച് നോക്കുന്ന അമ്പുകൾ, അതുപോലെ ചൂതാട്ടം, ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തികളോടും ചേർത്ത് വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ത്? അൽ ഖംർ, മദ്യപാനം. അത് മേൽപ്പറയപ്പെട്ട മ്ലേച്ഛതകളിൽപ്പെട്ട മ്ലേച്ഛതകളാണ്. അതുകൊണ്ട് തന്നെ ഫജ്തനിബൂ, നിങ്ങൾ അതിൽ നിന്നും വിട്ടു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയോഗിച്ച ആ പ്രയോഗം തന്നെ അറിയാം, റിജ്സും മിൻ അമലി ശൈത്താൻ എന്നാണ്. റിജ്സ് എന്ന പദം മാലിന്യമാണ്, മ്ലേച്ഛതയ്ക്കാണ് പറയുന്നത് റിജ്സ് എന്ന വാക്ക്. അത്തരത്തിൽ വളരെ വലിയ ഒരു മാലിന്യമാണ്, മ്ലേച്ഛതയാണ് ഈ പറയപ്പെട്ട മദ്യപാനം. അതുകൊണ്ട് തന്നെ അതിനെ നിങ്ങൾ വർജിക്കണം, അതിൽ നിന്നും നിങ്ങൾ രക്ഷ പ്രാപിക്കണം. നിങ്ങൾ അതിനോട് അടുക്കാതിരിക്കുക, അതിന്റെ ഒരു കാര്യത്തിൽ നിങ്ങൾ ബന്ധപ്പെടാതിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് അതിന്റെ കാരണം എന്ന് കൂടി അല്ലാഹു തആല പറഞ്ഞു. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. നിശ്ചയമായും പിശാചിന്റെ ലക്ഷ്യം എന്താണ്? അവൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഇടയിൽ ശത്രുതയും പകയും ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇടയിൽ വിദ്വേഷം പൊട്ടിമുളപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് മാത്രവുമല്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്നും നിങ്ങളെ അകറ്റലാണ്. അല്ലാഹുവിന് വേണ്ടി നമ്മൾ സാഷ്ടാംഗം നമിക്കുന്ന നമസ്കാരങ്ങളിൽ നിന്നും നിങ്ങളെ അകറ്റലാണ്. ആ രൂപത്തിൽ ദീനിൽ നിന്നും അല്ലാഹുവിൽ നിന്നും നിങ്ങളെ അകറ്റുന്ന ഈ വലിയ ഒരു വിപത്ത്, ആ വിപത്തിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കണം, അതിനെ നിങ്ങൾ ഒഴിവാക്കണം. അത് ഏറ്റവും വലിയ മ്ലേച്ഛതയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇത്തരം ആളുകളിലൂടെ ഈ സമൂഹത്തിലുണ്ടായ റിസൾട്ട് എന്താണ് പ്രിയമുള്ളവരെ? ലഹരി ഉപയോഗിക്കുന്ന, അത്തരത്തിലുള്ള മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുന്ന, വിദ്യാർത്ഥി കാലം തൊട്ട് തുടങ്ങുന്ന ഈ അവസ്ഥകൾ മുതിർന്ന ആളുകളിലേക്ക് എത്തുമ്പോൾ പോലും നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന്, കുടുംബ ബന്ധം ശിഥിലമാകുകയാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുകയാണ്. ഏറ്റവും വലിയൊരു വിപത്തതാണ്. ഈ ഒരു ദുരന്തം നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണാൻ പറ്റുന്ന എത്രയോ വലിയ കാഴ്ചകളാണ്. പൈശാചികമായ ചില പ്രവർത്തനങ്ങൾ, ഇത്തരം ലഹരിക്കടിമപ്പെട്ടിട്ട് വീട്ടിൽ വന്ന് അവിടെ ഉണ്ടാക്കുന്ന ബഹളങ്ങളും കോലാഹലങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും, സ്വസ്ഥതയില്ലാത്ത ഒരു കുടുംബ ജീവിതം ഈ ഒരു സാമൂഹ്യ വിപത്തിലൂടെ തകർന്നു പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. കണ്ണീര് കുടിക്കുന്ന മാതാപിതാക്കൾ, കണ്ണീര് കുടിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രവുമല്ല, ഇത്തരം ലഹരിക്കടിമപ്പെട്ട ആളുകളാൽ കൊല ചെയ്യപ്പെടുന്ന വാർത്തകൾ നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിഞ്ചു കുഞ്ഞിനെ പോലും കിണറ്റിലെറിഞ്ഞ് കൊന്നവൻ ലഹരിക്കടിമപ്പെട്ടവനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പിഞ്ചു കുഞ്ഞിനെ കൊന്നവൻ. അതുപോലെ തന്നെ സ്കൂൾ തലങ്ങളിൽ പോലും
പിഞ്ചു മക്കളുടെ കൈകളിൽ ഇത്തരം ലഹരി വസ്തുക്കൾ കൊണ്ടെത്തിക്കുന്ന ആളുകളൊക്കെ ഇത്തരം തോന്നിവാസികളാണ്. ഇതിൽ അടിമപ്പെട്ട് ഇതിന് അഡിക്റ്റായി തീർന്ന ആളുകൾ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ അപകടകരമായ ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇത് ഛിദ്രതയുണ്ടാക്കാനാണ്, ഇത് വിദ്വേഷം സൃഷ്ടിക്കാനാണ്, സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി കൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഗൗരവവും വിപത്തും സമൂഹത്തിൽ നമ്മൾ ബോധ്യപ്പെടുത്തണം. ഇത് തിരിച്ചറിഞ്ഞവരാണല്ലോ നമ്മൾ, ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയവരാണല്ലോ നമ്മൾ. അത് കൃത്യമായും അറിഞ്ഞും പഠിച്ചും നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ അതിശക്തമായ കൽപ്പന ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ കാണാം, യഖൂലു അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. ഖംർ, മദ്യം എന്ന് പറയുന്നത് തിന്മകളുടെ മാതാവാണ്. വഅക്ബറുൽ കബായിർ, പാപങ്ങളിൽ വലിയ പാപമാണ്. മൻ ശരിബഹാ വഖഅ അലാ ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി, അത് കുടിച്ചവൻ, അത് ഉപയോഗിച്ചവൻ, അത് അവന്റെ മാതാവിന്റെ മേലോ അവന്റെ അമ്മായിയുടെ മേലോ ഒക്കെ അവൻ ചെന്ന് പതിച്ചേക്കാം, ചെന്ന് വീണേക്കാം. അത്തരത്തിലുള്ള അപകടങ്ങൾ ഉമ്മയാര് പെങ്ങളാര് എന്നൊന്നും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് അവന്റെ മനസ്സിനെ കൊണ്ട് എത്തിക്കുമെന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മറ്റൊരു ഹദീസിൽ കാണാം, ലാ തശ്റബുൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ. നീ മദ്യപിക്കരുത്, അത് എല്ലാ ശർറിന്റെയും താക്കോലാണ് എന്നാണ്. എല്ലാ ദുരന്തത്തിന്റെയും എല്ലാ ദുരിതത്തിന്റെയും താക്കോലാണ് അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. നോക്കൂ നിങ്ങൾ, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു വരുമാനമായിരുന്നു ഇത്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ മദ്യം വലിയൊരു വരുമാനമായിരുന്നു അവർക്ക്. വ്യഭിചാരശാലകൾ വലിയൊരു വരുമാനമായിരുന്നു. പലിശ ഇടപാടുകൾ അന്നത്തെ വലിയൊരു വരുമാനമായിരുന്നു. എന്നാൽ ആ ഒരു ജനത അവിടെ നിന്നും മാറാനുണ്ടായ പ്രേരണ, ഇതിന്റെ എല്ലാം പരിണിത ഫലം, ഇതിന്റെ എല്ലാം ഭവിഷ്യത്ത് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോഴാണ്. അത് മാത്രമല്ല, നമ്മൾ ഒരിക്കലും കഅബാലയം പുതുക്കി പണിയാൻ പോലും അന്ന് പരിശുദ്ധമായ ഒരു പൈസ അവർ തരുമായിരുന്നതാണ്. പരിശുദ്ധമായ ഒരു പൈസ ഉപയോഗിച്ച് വേണം കഅബാലയം പുതുക്കേണ്ടത്. അങ്ങനെയുള്ള പൈസ സംഘടിപ്പിക്കാൻ പോലും അവർ പ്രയാസപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ മ്ലേച്ഛമായിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. ആ ജനതയിൽ പരിവർത്തനം ഉണ്ടായത് എങ്ങനെയാണ് പ്രിയമുള്ളവരെ? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. മാറ്റം സാധ്യമാണ്, മാറ്റം സാധ്യമാണ്. ഞാൻ നന്നാവില്ല, എനിക്കിനി നന്നാവാൻ കഴിയില്ല, ഞാൻ നാശത്തിലാണ് നഷ്ടത്തിലാണെന്ന് തീരുമാനിച്ച് ഒരുവന് വേണമെങ്കിൽ നശിച്ചടി അടയാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി. അല്ലാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്ന നിരക്ഷരനായ ഒരു ദൂതനെ നിങ്ങളിൽ നിന്ന് തന്നെ നിയോഗിച്ചവനാണ് അല്ലാഹു. നിങ്ങളെ സംസ്കരിച്ചു, നിങ്ങൾക്ക് വേദങ്ങൾ പഠിപ്പിച്ചു തന്നു, തത്വങ്ങൾ പഠിപ്പിച്ചു തന്നു. അതിനു മുമ്പ് നിങ്ങൾ വഴികേടിലായിരുന്നു. കണ്ടോ, ആ വഴികേടിൽ നിന്നും ഒരു പ്രവാചകനെ നിയോഗിച്ച് പരിശുദ്ധ ഖുർആൻ അവതീർണമാക്കി അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെ സംസ്കരിച്ചു കൊണ്ടുവന്നതിന്റെ തെളിവെന്താ? മാറാൻ സാധിക്കും, നന്നാവാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ലഹരി ഉണ്ടാക്കുന്ന എല്ലാറ്റിനെയും യഥാർത്ഥത്തിൽ നിഷിദ്ധമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇന്നത് കളർ മാറിയതിന്റെ പേരിലോ നിറം മാറിയതിന്റെ പേരിലോ മറ്റുള്ള ഏതെങ്കിലും വസ്തുക്കളായി മാറിയതിന്റെ പേരിലോ അത് ഒഴിവാക്കപ്പെടുന്നില്ല. ലഹരി ഉണ്ടാക്കുന്നതൊക്കെ നിഷിദ്ധമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്, ലാ യദ്ഖുലുൽ ജന്ന എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത്തരം ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മദ്യം സേവിക്കുന്ന തേന്മേശകളിൽ പോലും ഒരാൾ ഇരിക്കാൻ പാടില്ല എന്നാണ്. അത്തരത്തിലുള്ള ബാറുകളിലേക്ക്, അത്തരം അറ്റാച്ചുകളിലേക്ക് ഒരിക്കലും കടന്നു പോകാൻ പോലും പാടില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തും.
ഒരുത്തൻ മദ്യപാനിയായിരിക്കെ, മദ്യം വയറ്റിലായിരിക്കെ ഒരു വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് പറഞ്ഞത് അവൻ ജാഹിലിയത്തിൽ ഒരു വ്യക്തി മരണപ്പെടുന്നത് പോലെയാണ് അവനും മരണപ്പെട്ടിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചീത്ത കൂട്ടുകെട്ടുകളിലൂടെയാണ് ഇത് നമ്മളിലേക്ക് എത്തുന്നത്, യുവാക്കളിലേക്കും കൗമാരങ്ങളിലേക്കും എത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ശിക്ഷകളുടെ ഗൗരവം നമ്മളിലുള്ള പൊതുജനതയ്ക്ക് മനസ്സിലാവുന്നില്ല. അത് പഠിക്കാനോ കേൾക്കാനോ ഉപദേശം സ്വീകരിക്കാനോ നമ്മളുടെ പൊതുജനത, യുവതലമുറ അത് ഉൾക്കൊള്ളുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, ലഹരി ഉപയോഗിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ശ്രമിക്കണം. അത്തരത്തിലുള്ള ചില ആളുകൾക്ക് ചില ലക്ഷണങ്ങളുണ്ട്. എപ്പോഴും ഉന്മേഷത്തിലായിരിക്കും, ഒരു ക്ഷീണവുമില്ലാത്ത അവസ്ഥയിലായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരവസ്ഥ, മറ്റുള്ളവരോട് ഒരു സഹകരണവും ഇല്ലാത്തൊരവസ്ഥ, അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവർ പോകും. എപ്പോഴും ദേഷ്യമായിരിക്കും, ഒരു മാനസിക വിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ പലപ്പോഴും കാണിക്കും. ഇതൊക്കെ ഇതിന്റെ ചില അടയാളങ്ങളാണ്. അത്തരം ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമാണ് ഇതിന്റെ എല്ലാം പരിഹാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും ഒരു ജനതയെ നല്ല ഹൈറിലേക്ക്, നന്മയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് ഇസ്ലാമാണെങ്കിൽ, പരിശുദ്ധ വേദഗ്രന്ഥമാണെങ്കിൽ അതാണ് പരിഹാരം എന്ന് മനസ്സിലാക്കി അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും ഇസ്ലാമിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനും അവരെ കൊണ്ടുപോകാനും അതിനെല്ലാം അപ്പുറം ആത്മാർത്ഥമായ പ്രാർത്ഥനയും നമുക്കുണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ഈ സമൂഹത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ലഹരിയുടെ ഭീകരമായ താണ്ഡവം നമ്മളുടെ മക്കളുകളിലും യുവതലമുറയിലും കൗമാരക്കാരിലും ഒക്കെ പടർന്നു പിടിക്കുന്ന ഒരു അപകടകരമായ സാഹചര്യത്തിൽ കൃത്യമായ ബോധവൽക്കരണം നൽകുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഈ ഇരിക്കുന്നവരിൽ രക്ഷിതാക്കളുണ്ട്, യുവാക്കളുണ്ട്, പിറ്റുകുട്ടികളുണ്ട്. ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾ എന്ത് മാർഗമാണ് സ്വീകരിക്കുന്നത്? കൃത്യമായ ബോധവൽക്കരണം കൊണ്ടേ സാധിക്കുള്ളൂ. ഉള്ളിൽ ബോധമുണ്ടെങ്കിലേ പറ്റൂ. ഇത് ശരിയല്ലെന്നും ഇത് തെറ്റാണെന്നും ഇത് ഞാൻ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടതാണെന്നും നാളെ നരകത്തിലേക്ക് കടന്നു ചെന്ന് എരിയാൻ സാധ്യതയുള്ള ഒരു അപകടമാണെന്നും ഈ സമൂഹത്തിന് വേണ്ടാത്തവനായി ഞാൻ മാറുമെന്നും അങ്ങനെയുള്ള ഓരോ തിരിച്ചറിവുകളും നമ്മൾ കൊടുത്തേ പറ്റും. അതിനുള്ള സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കണം. കുട്ടികളുടെ സംഗമങ്ങൾ സംഘടിപ്പിക്കണം, വിദ്യാർത്ഥികളുടെ സംഗമങ്ങൾ സംഘടിപ്പിക്കണം, അതിലേക്ക് അവരെ എത്തിക്കണം. അതൊരു വലിയ അധ്വാനമൊന്നുമില്ല. നമ്മളുടെ മക്കൾ കേട്ടാലും മതി. അത് നമ്മളുടെ മക്കൾ അടിസ്ഥാനപരമായിട്ട് അത് കേൾക്കണമല്ലോ. നമ്മുടെ മക്കളെ അതിൽ നിന്ന് മോചിപ്പിക്കണം. അതുപോലെ തന്നെ ഈ സമൂഹത്തിലുള്ളവരെയും അത്തരം വിപത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടൊരു വലിയ മഹാസമ്മേളനം മെയ് മാസം കേരളത്തിലുടനീളം വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ മഹാവിദ്യാർത്ഥി സമ്മേളനം ഇൻഷാ അല്ലാഹ് വരാനിരിക്കുകയാണ് മെയ് മാസം. അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങി, അതിന്റെ പബ്ലിസിറ്റികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുട്ടികളെ ക്ഷണിക്കുവാനുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. തിരുമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ പരിചയത്തിലും നമ്മുടെ അറിവിലും നമ്മുടെ വീടകങ്ങളിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ലിസ്റ്റ് ചെയ്ത് ആ ഒരു വലിയ സംഗമത്തിലേക്ക് നമ്മളുടെ കുട്ടികളുമായുള്ള വാഹനം ഇവിടുന്ന് പുറപ്പെടണം. മറ്റൊന്നുമല്ല, ആൾപ്പെരുപ്പം കാണിക്കാനല്ല, ആളെ കൂട്ടാനല്ല. അവർക്ക് കിട്ടേണ്ട കൃത്യമായ മരുന്ന് അത് നൽകാനുള്ള ഒരു അവസരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരവസരമാണ്. ഒരല്പം സാമ്പത്തികം ചെലവായാലും നമ്മുടെ ജീവിതത്തിന് ഒരു സ്വസ്ഥത വേണമല്ലോ, ഒരു സമാധാനം വേണം. കടന്നു വരുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു വരുന്ന മക്കൾ ഉണ്ടാകണം.
നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മളെ സമാധാനിപ്പിക്കുന്ന, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മക്കൾ നമുക്കുണ്ടാവണം. ഒരു ചെറിയ രോഗം പോലും ബാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തേക്ക് കൈവച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ നമുക്കുണ്ടാകണം. മരണപ്പെട്ട് 3 കഷ്ണം തുണിയിൽ നമ്മളെ പൊതിഞ്ഞു കിടത്തുമ്പോ നമസ്കാരത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പോലും അറിയാത്ത മക്കളായിരിക്കുമോ നമ്മളുടെ മക്കൾ? ഒരിക്കലും അത് പാടില്ലല്ലോ. അവർ ദീൻ അറിയണം, അവർ മതം എന്താണെന്ന് അറിയണം, അള്ളാഹു ആരാണെന്ന് അറിയണം. അതിനുള്ള ഒരു മഹത്തായ പ്രോഗ്രാമാണ്. ദിവസങ്ങളോളം നമ്മുടെ നേതൃത്വം ഇരുന്ന് ഈ കാലഘട്ടത്തിലെ കുട്ടിക്ക് എന്താണ് കൊടുക്കേണ്ടത്, ഈ 2025 വർഷത്തിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ മക്കൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതിന്റെ കൂടെ ഓടിയെത്താൻ രക്ഷിതാക്കൾ കഴിയുന്നുണ്ടോ എന്ന് സംശയമാണ്. ആ ഒരു അവസ്ഥയാണ്. അവിടെ ആ കുട്ടികൾക്ക് എന്താണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്? പഴയ കാലത്തെ ലെക്ചർ മെത്തേഡുകളൊന്നും അവരുടെ മുമ്പിൽ പറഞ്ഞിട്ട് കാര്യമില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ സംസാരിച്ചാൽ നമ്മളിരുന്ന് ചിലപ്പോൾ കേൾക്കും, അവർക്ക് കഴിഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വിരസതയില്ലാതെ ഒരു കാര്യം എങ്ങനെ അവരുടെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുമെന്ന കൃത്യമായ നിരീക്ഷണത്തോടു കൂടിയുള്ള ഒരു പ്രോഗ്രാമാണ് ഈ കേരള വിദ്യാർത്ഥി സമ്മേളനം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത് ഇത്രയും നേരത്തെ പറയുന്നത്, അതിനുള്ള വർക്കുകൾ നമ്മൾ ഇപ്പോഴേ തുടങ്ങണം. വിദ്യാർത്ഥികളെ ലിസ്റ്റ് ചെയ്യണം, അവരെ കണ്ടെത്തണം, അവരെ ക്ഷണിക്കണം. ഇപ്പോഴേ അവരെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഓർമ്മപ്പെടുത്തി നമ്മൾ കൊണ്ടെത്തിക്കണം. അതിനുള്ള പ്രീ പ്രോഗ്രാമുകൾ നമുക്കിവിടെ നടത്താം. പ്രീ പ്രോഗ്രാമുകൾ നടത്തുക. കുട്ടികളെല്ലാം വിളിച്ചു കൂട്ടി ഒരു ബാലസമ്മേളനം അല്ലെങ്കിൽ ഒരു ടീം സ്പേസ് പോലെയുള്ള സംഗമങ്ങൾ നമ്മൾ നേരത്തെ ഇവിടെ നടത്തിയിട്ടുണ്ട്. എങ്കിലും പ്രോഗ്രാമിനോട് അടുക്കുമ്പോൾ ഈ കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകാൻ അത് സഹായിക്കും. അത് പെട്ടെന്നൊരു പ്രോഗ്രാം കാട്ടിക്കൂട്ടലല്ല. കുറച്ച് പ്ലാൻ ചെയ്ത് ഒരു 15, 20, 30 ദിവസമൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ആ പ്രോഗ്രാം നടത്തി നമ്മുടെ മക്കളെ അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഒരു വലിയ ബാധ്യതയാണ്. അത് നിങ്ങളോട് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ ഒരു ഭവനം, അള്ളാഹുവിന്റെ ഈ ഒരു ഭവനം ഏകദേശം 10 വർഷക്കാലമായിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അന്നത്തെ ആ ഒരു കാലഘട്ടം അതിൽ നിന്ന് മാറി ഇന്ന് കുറേയേറെ ആളുകൾ നമ്മുടെ പള്ളിയിലേക്ക് നമസ്കരിക്കുവാൻ വേണ്ടി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരങ്ങൾ നടക്കുന്നുണ്ട്, പള്ളിയുടെ കീഴിൽ ക്ലാസുകൾ നടക്കുന്നുണ്ട്, മദ്രസ സംവിധാനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റമദാൻ മാസമാകുമ്പോൾ കുറച്ചുകൂടി സജീവമായി ഇഫ്താറും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഇവിടെ നടന്നു പോകുന്നുണ്ട്. ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മുടെ ഈ മസ്ജിദ് റമദാനിന് മുന്നോടിയായിട്ടൊന്ന് പെയിന്റ് അടിച്ചു ഭംഗിയാക്കണം. പെയിന്റ് അടിച്ച് ഈ മസ്ജിദ് ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം മാർച്ച് മാസമാണ് റമദാൻ. അതിശക്തമായ ചൂടായിരിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ ഒരു AC സംവിധാനം കൊണ്ട് നമുക്കൊരു പക്ഷേ അത്രയും ഒരു കൂളിംഗ് നമുക്ക് ചെറിയൊരു പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 2.5 ടണ്ണിന്റെ ഒരു എയർ കണ്ടീഷൻ സംവിധാനം ഇൻഷാ അല്ലാഹ് ഇവിടെ വാങ്ങി ഫിറ്റ് ചെയ്യാനുള്ള ഒരു ആലോചനയും നമ്മുടെ കമ്മിറ്റിയിലുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഏകദേശം 1,04,500 രൂപ ഈ 2 കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് ചെലവുണ്ട്. നമുക്കറിയാം ഇന്ന് ഏകദേശം ഫെബ്രുവരിയുടെ ആദ്യ 1/3 ഭാഗം അവസാനിക്കുന്നുണ്ട്. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. ആ ദിവസങ്ങൾ കൊണ്ട് ഈ സാമ്പത്തിക ബാധ്യത അത് കളക്ട് ചെയ്ത് പൂർത്തിയാക്കണം. അതിന്റെ പണിയും നടക്കണം. അതിന് എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. നമ്മളൊക്കെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്, സഹകരിക്കുന്നവരാണ്. ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്നത്തെ നമ്മുടെ ബക്കറ്റ് കളക്ഷനും ഈ പള്ളിയുടെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കളക്ഷൻ എടുക്കുന്നത്. അത് ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തുക ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇവിടെ വന്ന് സുജൂദ് ചെയ്യുന്നവർക്ക്, ഇവിടെ വന്ന് നമസ്കരിക്കുന്നവർക്ക്, ഖുർആൻ പാരായണം നടത്തുന്നവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ, അതുപോലെ തന്നെ ഈ പള്ളിയുടെ ആ ഒരു ഭംഗി അതൊന്നുകൂടി ഒന്ന് നമ്മളുടെ വീടിനേക്കാളേറെ നമ്മൾ നല്ലതുപോലെ വൃത്തിയായി സുന്ദരമായി കൊണ്ടു നടക്കേണ്ടതാണല്ലോ അള്ളാഹുവിന്റെ ഭവനം. അങ്ങനെയുള്ള ആ ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുക, കഴിവിന്റെ പരമാവധി ഒരു സഹായം നമ്മളെല്ലാവരും കൂടി ചെയ്ത് അൽഹംദുലില്ലാഹ് ഈ 2 ഉദ്ദേശവും വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ ബാധ്യതകളൊന്നുമില്ലാതെ പൂർത്തീകരിക്കാൻ സാധിക്കണം.
അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു സഹായ അഭ്യർത്ഥന കൂടി നടത്തുകയാണ്. ബഹുമാനായ മുഹമ്മദ് ഷരീഫ് സാഹിബാണ് അതിന്റെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് നിർവഹിക്കുന്നത്. സാമ്പത്തിക സമാഹരണവും മറ്റുമൊക്കെ അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പേഴ്സണലായിട്ട് അദ്ദേഹത്തെ കാണേണ്ടവർ കണ്ട് നിങ്ങൾക്ക് കഴിയുന്ന ഓഫറുകൾ അത് പറയുകയും അത് കൃത്യമായി സമയബന്ധിതമായി നൽകുകയും ചെയ്യണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സാലിഹായ അമലുകൾ, സൽക്കർമ്മങ്ങൾ, നമ്മുടെ സ്വതക്കകൾ പരിപൂർണമായി നമ്മളിൽ നിന്നും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സമൂഹത്തിൽ നടമാടുന്ന വിപത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ സമൂഹത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം തെമ്മാടികൾ, ആ രൂപത്തിൽ ഇവിടെ പ്രവർത്തനം നടത്തുന്ന ഇതിന്റെ ആളുകൾ, അല്ലാഹു അവരിൽ തിരിച്ചറിവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നന്മയിലേക്ക് എത്തുവാനും യഥാർത്ഥ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സഞ്ചരിക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നമുക്കുമെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ അള്ളാഹുവെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ അവരുടെ എല്ലാ രോഗങ്ങളും ശിഫിയാക്കി കൊടുക്കണമേ അല്ലാഹ്. അള്ളാഹുവെ നന്മയിൽ മുൻകടക്കുവാനും തിന്മയിൽ നിന്നും വിട്ടുനിൽക്കുവാനുമുള്ള മനസ്സും അത്തരത്തിലുള്ള ഒരു ചിന്തയും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.